ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട് CUT. എല്ലാ മക്കൾക്കും എജുപോർട്ടിൻ്റെ CUT ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് NT അറിയിച്ചിട്ടുള്ള കാര്യമാണ് എക്സാം ഹാളിൽ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡൗട്ടുള്ളവരും അല്ലാത്തവരും എല്ലാവരും അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾക്ക് എന്തെല്ലാം എക്സാം ഹാളിൽ കയറ്റാൻ പറ്റും. ആകെ പറ്റുന്നത് നാല് കാര്യങ്ങളാണ്. ഓക്കെ, നോക്കാം നമുക്കിവിടെ. ആ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വരുന്നത് അതിൽ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. ഈ അഡ്മിറ്റ് കാർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതൊരു കളർ കോപ്പി എടുക്കുക. അതും A4 സൈസിൽ വേണം നിങ്ങൾ എടുക്കാൻ. കളർ കോപ്പി എടുക്കുക, A4 സൈസിൽ വേണം എടുക്കാൻ. അത് വേണം വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. ട്രാൻസ്പെറൻ്റ് ആയ വാട്ടർ ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മിനറൽ വാട്ടർ വാങ്ങുമ്പോൾ ആ കുപ്പി ട്രാൻസ്പെറൻ്റ് അല്ലേ, അതിലൊരു ലേബൽ ഉണ്ടാകും. ആ ലേബൽ പറിച്ച് കഴിഞ്ഞാൽ അത് പക്ക ട്രാൻസ്പെറൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാം, കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ അലൗഡ് അല്ല. അതുപോലെ നമ്മൾ വാങ്ങുന്ന ബ്രാൻഡഡ് വാട്ടർ ബോട്ടിൽസ് ഒന്നും തന്നെ അലൗഡ് അല്ല. എന്താണ്, മിനറൽ വാട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ആ ലേബൽ കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലേബൽ കഴിഞ്ഞാൽ പിന്നെ അത് ട്രാൻസ്പെറൻ്റ് ആണ്. ഈ സൈഡ് നോക്കി അപ്പുറം കാണണം, അതാണ് ട്രാൻസ്പെറൻറ്റ്, സുതാര്യമായതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പെർമിറ്റബിൾ ആണ്, നിങ്ങൾക്ക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ ഏതാണോ എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത്, ശ്രദ്ധിക്കണേ, എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ വേണം നിങ്ങൾ കൊണ്ടുപോകാൻ. ആ ഫോട്ടോ ചെയ്ത സമയത്ത് തന്നെ വേണം നിങ്ങൾ കൊണ്ടുപോകാൻ. അത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്ത സമയത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ആ ഫോട്ടോ നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് ഒന്നുകിൽ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കാം, അതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള DTP സെൻറ്ററിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്തോ പോയിട്ട്, ഫോട്ടോ കോപ്പി എടുക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗ്ലോസി പേപ്പറൊക്കെ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ പ്രിൻ്റ് എടുക്കാം. കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ, ഒരു 10-30 രൂപയ്ക്ക് എന്ത് ചെയ്യും, അത് മാക്സിമം നിങ്ങൾക്ക് ഒരു 10-12 ഫോട്ടോകളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ഫോട്ടോ മതി, 2 കോപ്പി ഫോട്ടോ മതി. അപ്പോൾ മറക്കണ്ട, 2 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണ്ടോ. പിന്നെ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് നിങ്ങളുടെ കൈവശം ഒന്നുണ്ടാവണമെന്ന് പറഞ്ഞു വെച്ചു, അതേപോലെ നിങ്ങൾ ഒട്ടിക്കാനൊരു ഫോട്ടോ വേണം അല്ലേ. അപ്പോൾ മൊത്തം 2+1 കൂടി മൊത്തം 3 ഫോട്ടോ. അത് ഏകദേശം എടുത്ത് വരുമ്പോൾ നമുക്ക് 4 ഫോട്ടോകളും എടുത്ത് തരുന്നുണ്ടാവുക. അപ്പം മറക്കണ്ട, 4 കോപ്പി ഫോട്ടോ എന്തിനാണ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിലൊന്ന് നിങ്ങൾ എക്സാമിൻ്റെ ഈ പറഞ്ഞ ഡിക്ലറേഷൻ ഒട്ടിച്ച് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അവിടുന്ന് എക്സാം ഹാളിൽ കൊടുക്കാനുള്ളതൊക്കെയാണ് ബാക്കി പറഞ്ഞ 2 ഫോട്ടോസ്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം 3 ഫോട്ടോസാണ് നമുക്ക് വേണ്ടി വരിക, അത് മറക്കരുത്. ഇനി നാലാമതും അവസാനമായിട്ട് നിങ്ങൾക്ക് ആകെ കയറ്റാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഒറിജിനൽ ID പ്രൂഫാണ്. എന്താണ് ഒറിജിനൽ ID പ്രൂഫ് പറയുമ്പം നിങ്ങൾക്ക് ID പ്രൂഫിൻ്റെ എണ്ണം കൃത്യമായിട്ട് പറയണം, നിങ്ങൾക്ക് എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുന്നത്. അപ്പോൾ ID പ്രൂഫുകൾ ഏതൊക്കെ നോക്കിക്കോട്ടോ. ഒന്ന്, നിങ്ങളുടെ സ്കൂൾ ID കാർഡ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ID കാർഡ് നിങ്ങൾക്ക് സ്കൂളിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, അതിൽ ഫോട്ടോ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഫോട്ടോ അതിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാൻ കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ പാസ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, ആധാർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ആധാർ ആകുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കും, എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഫോട്ടോയുടെ പ്രശ്നം ഒരിക്കലും വരാൻ പോകുന്നില്ല. ആധാറിലെ ഫോട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ എന്ത് ചെയ്യും, അലോ ചെയ്യും, പെർമിറ്റ് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഏറ്റവും ഞാൻ ആദ്യം പറയുന്നു, ആധാർ നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് +2 എക്സാമിന് ഉണ്ടായിരുന്ന ഹാൾ ടിക്കറ്റ്, അതാണ് പറഞ്ഞത് ക്ലാസ് 12 ബോർഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്, അതിൽ ഫോട്ടോ ഉണ്ടായിരിക്കണം മാത്രമേ കണ്ടീഷൻ പറഞ്ഞുള്ളൂ, അതുണ്ടായിരിക്കണം. നിങ്ങൾ +2 ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അത് ഒറിജിനൽ ആയിരിക്കണം, ഫോട്ടോ കോപ്പി എടുത്തതാവരുത്. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ ബാങ്ക് പാസ്ബുക്ക് എന്ത് ചെയ്യാം, അതിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ പറയുന്നു, ഈ പറഞ്ഞതൊക്കെ എല്ലാം തന്നെ ID പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആധാറാണ്. നമ്മൾ സിമ്പിളായിട്ട് ആധാർ മാത്രം എടുത്ത് പോയാൽ തന്നെ അത്ര തന്നെ ഓക്കെ ആകും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു വെച്ചാൽ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, പിന്നെ പറഞ്ഞു വെച്ചാൽ എന്താണ് ഈ പറഞ്ഞ ഓരോന്നും, അഡ്മിറ്റ് കാർഡ് പറഞ്ഞു, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ പറഞ്ഞു, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പറഞ്ഞു, ഒറിജിനൽ ID പ്രൂഫ് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, സാറേ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, അത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ തൊട്ടതായി കമൻറ്റ് ചെയ്തിടാം. മക്കളെ, നിങ്ങൾക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങൾ നോക്കോട്ടോ. കാൽക്കുലേറ്റർ അലൗഡ് ആണോ? അല്ല. കാൽക്കുലേറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ഹാളിലേക്ക് കയറ്റാൻ പറ്റില്ല. നിങ്ങളിനി മാത്സിൽ എത്ര വലിയ എക്സാം ആണെങ്കിലും എക്കണോമിക്സിൽ എത്ര വലിയ എക്സാം ആണെങ്കിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട ഏത് വലിയ എക്സാം എഴുതിയാലും കാൽക്കുലേറ്റർ അവിടെ എന്തല്ല, അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതല്ല, ലൈക്ക് അത്രയും കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ പോലും വാല്യൂസ് കിട്ടുന്ന അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വരാം. അപ്പോൾ കാൽക്കുലേറ്റർ എക്സാം ഹാളിൽ കയറ്റാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഷൂവോ ചപ്പലോ ഇട്ടിട്ട് എക്സാം ഹാളിൽ കയറാൻ പാടില്ല, വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം ഹാളിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രാൻഡഡ് ഷൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ചെരുപ്പിട്ടോ ഒന്നും പോകേണ്ട കാര്യമില്ല, സാധാരണ ചെരുപ്പിട്ട് പോയാൽ മതി. കാരണം എന്താണ്, ഇതൊന്നും എക്സാം ഹാളിൽ കയറ്റില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, എക്സാം
എക്സാമിന് വരുന്ന ആൾക്കാർ ആരും നിങ്ങളുടെ അവൻ്റെ ഷൂ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ചെരുപ്പ് നന്നായിട്ടുണ്ട് അവളുടെ ചെരുപ്പ് നന്നായിട്ടുണ്ട് ഷൂ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും നിൽക്കില്ല. കാരണം അവരെല്ലാവരും വരുന്നത് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാനാണ് വരുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യില്ല, ഒരിക്കലും അതിന് തയ്യാറാവില്ല. നിങ്ങളും എന്ത് ചെയ്യരുത്, അതിന് നിൽക്കരുത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പെന്നും പേപ്പറും. നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ആയിരുന്നു, സാറേ പെന്ന് ഞാൻ കൊണ്ടുപോയി പറയും, എനിക്ക് എൻ്റെ പേന കൊണ്ട് എഴുതിയാലേ എനിക്കൊരു സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആ സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി സാറേ എനിക്ക് എൻ്റെ പേന കൊണ്ടേ കൂടെ പറ്റില്ല. ഓക്കെ, ഒറ്റയടിക്ക് NTA പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ എക്സാം സെൻറ്ററിൽ തരുന്ന പേനയും അതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന പേപ്പറും മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും നമുക്ക് എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അടുത്ത കാര്യം, എക്സ്ട്രാ ഐറ്റംസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതല്ലാതെ ബാക്കിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ തൊട്ട് മുമ്പിൽ എന്താണ് ഈ പേന വെച്ച് പരീക്ഷ ചെയ്താൽ എനിക്ക് മാർക്ക് കിട്ടും, അങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം. NTA പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ മറക്കണ്ട ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു അഡ്മിറ്റ് കാർഡിൻ്റെ ഹാർഡ് കോപ്പി എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് കളർ ഫോട്ടോ കോപ്പി എടുക്കുക. പിന്നെ അതുപോലെ സെൽഫ് ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, അത് ചെയ്തിരിക്കണം. സെൽഫ് ഡിക്ലറേഷൻ A4 സൈസ് പേപ്പറിൽ, വേറെ ഒന്നും വേണ്ട, നമ്മുടെ അഡ്മിറ്റ് കാർഡ് തന്നെ അത് ഉണ്ടാവാം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ID പ്രൂഫ് നമ്മൾ പറഞ്ഞു, ID പ്രൂഫ് നിങ്ങൾ ക്യാരി ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആനുകൂല്യങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, നിങ്ങളവിടെ ക്യാരി ചെയ്ത് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, ഈ പറഞ്ഞ എക്സാം ഹാളിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും കാര്യങ്ങൾക്കുമായിട്ട് എന്ത് ചെയ്യാം, എജുബോർഡിൻ്റെ CUT ചാനൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽഫ് സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.